വന്ന് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത തലമുറ കൂടുതൽ വിവരം വയ്ക്കും, പ്രാക്ടിക്കലായിട്ടും ഇൻ്റലിജൻ്റായിട്ടും അവർ മൊത്തത്തിൽ ഈ ഒരു വരുന്ന തലമുറയിൽ എന്തൊക്കെയോ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഒരു മൈക്കും കൊണ്ട് നമ്മളിൽ പലരും കണ്ടു കാണും. കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന പിള്ളേരോട് മഹാത്മാഗാന്ധി ആരാ, നമ്മുടെ രാജീവ് ഗാന്ധിയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ഉത്തരം ഞാൻ കണ്ടു. കിടുങ്ങിപ്പോയി ഞാൻ. എന്തെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറയാൻ അറിയാൻ വയ്യാത്ത കുട്ടികളുടെ മുമ്പിൽ ബൈക്കുമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ പോകുന്ന ആളെ മോളെ ഇതൊക്കെ ഇങ്ങനെ എന്തിനാ പറയുന്നത്? വലിയ ഷോ ആണല്ലോ ബിഗ് ബോസ്. ഒരു മന്ത്രിയുടെ പേര് പറയാൻ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഈ ഷോകളുടെ ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ച് പ്രായമായി എന്നുള്ള ഒരു കൺസിഡറേഷൻ എനിക്ക് തരുന്നത് കൊണ്ട് ഞാൻ ചോദിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില സമയത്ത് പല്ലിക ചേച്ചി സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചോളൂ, അവരെ വിളിക്കേണ്ട എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. പല ജൂറിയിലും വിളിച്ചിട്ട് അവസാനം വിളിച്ച് പറയും, ചേച്ചിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാ, എന്നാ വേണ്ടെന്ന് അവസാനം തീരുമാനിക്കുന്നതിൻ്റെ കാര്യം ഇവർ വല്ലതൊക്കെ വിളിച്ചു പോവും, അബദ്ധമാകും എന്നുള്ള ഒരു ചെറിയ ഒരു ഭയമുണ്ട്. കാരണം വെറുതെ കൊണ്ടല്ല ഞാൻ ആരെയും ഭയപ്പെടുത്താനോ ഞാൻ ഒരിക്കലും ഒരു മോശം ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യാവസ്ഥ നമുക്ക് പരിപൂർണമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ അത് പറയാനുള്ള ഭയം എന്തിനാ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മൾ അധ്വാനിച്ച് നമ്മുടെ ഒരു തൊഴിൽപരം ഏത് മേഖലയിലാണോ നമുക്ക് ജോലി ചെയ്യാൻ അറിയാവുന്നത് അത് സ്വായത്തമാക്കി കഴിയുന്നതും ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, സമയത്തിന് ജോലിക്ക് എത്തുക. ഒരുപാട് പൈസ മുടക്കിയാണ് ഈ നിർമ്മാതാക്കളൊക്കെ അത് സിനിമയായാലും സീരിയലായാലും ഒക്കെ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചുറ്റുപാടുമായിട്ട് പരിപൂർണമായിട്ട് സഹകരിക്കുക, ഒരു പരാതിക്ക് ഇട കൊടുക്കാതിരിക്കുക. പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല, സീരിയലിൻ്റെ കാര്യം പറഞ്ഞ സത്യമാണ്. ഞാൻ തന്നെ പറയും, ഇപ്പോൾ ഇത്തെ സീരിയലൊക്കെ കണ്ടാൽ പാതിരാത്രിക്ക് 12 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴും സാരിയൊക്കെ ഞൊറിഞ്ഞ് കനകാമ്പരം പൂവൊക്കെ വെച്ചാൽ ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നത്. സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട് ഞാൻ. പക്ഷേ എല്ലാം കൊച്ചു പിള്ളേരായതുകൊണ്ട് ഞാൻ തുറന്ന് പറയും, അവൻ എൻ്റെ പോലെ ഞങ്ങളാരും ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാറില്ല, നല്ല കനകാമ്പര പൂവൊക്കെ വെച്ചെന്നൊക്കെ ഞാൻ പറയും. വലിയ വിരോധമൊന്നും ഇല്ലെങ്കിൽ ഉള്ളി കാണുമായിരിക്കും, അമ്മച്ചയ്ക്ക് അവളെ കളി ചുമ്മാ ഇരിക്കുന്നതെന്ന് തോന്നുമായിരിക്കും.